ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പഫ് പൊറോട്ടയുടെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. ഇത് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊറോട്ട എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ചെറിയ തരിയുള്ള റവ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പൊറോട്ടൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമ്മൾ പൊറോട്ട കുഴച്ചെടുക്കാൻ. എന്നാലേ പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ പൊറോട്ട ചെയ്യുന്ന സമയത്ത് റവ ചേർക്കാറില്ല. അപ്പോൾ ഇത് ഒരു പ്രത്യേക ആയിട്ട് നമ്മൾ ചേർക്കുന്നത് റവയാണ്. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട കേട്ടോ. ഇനി കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുഴച്ച് വെക്കുന്ന സമയത്ത് മാവ് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴക്കുക. ഇത് നമ്മൾ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ മാവ്. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഇത് അടച്ചിട്ട് വെക്കുക. തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് വേണം നമ്മൾ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ. നമ്മൾ വീശാണ്ട് ചെയ്യുന്നൊരു പൊറോട്ടയാണ് കേട്ടോ. സാധാരണ നമ്മൾ വീശിയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. എത്ര വീശിയാലും ചിലപ്പോൾ ഒരു കറക്റ്റായിട്ട് വരാത്തതും അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കുഴച്ച് വെക്കുന്ന ഒരു സമയം മാത്രം മതി. ഉണ്ടാക്കാനുള്ള സമയം വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊറോട്ട എത്ര വലിപ്പം വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് നമുക്ക് ഓരോന്നും ബോളുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം ഞാനിതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ഓയിലൊന്ന് തേച്ചിട്ട് ഒരു ട്രെയിലേക്കോ ഒരു പരന്ന പാത്രത്തിലേക്ക് എന്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ വെക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. അപ്പോൾ ഞാനൊരു ഓയിൽ അതുപോലെ ബട്ടർ കുറച്ച് മൈദ 3 ഓരോ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ബോളുകളും എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ തേച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അതിന് മുമ്പ് കോയിൻ പൊറോട്ട ചെയ്ത സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അന്നും നമ്മൾ വീശാണ്ടാണ് ആ പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പരന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ സൈഡൊന്ന് വലിച്ചിട്ടൊന്ന് എത്രത്തോളം കട്ടി കുറക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വലിച്ചാലൊക്കെ ഇത് കിട്ടുകയുള്ളൂ. ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് എന്തായാലും ശരിയാവില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി ഇതിൽ നമ്മൾ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടറൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല പഫി ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയാണ് കേട്ടോ അത്. ഇനി നന്നായിട്ട് നമുക്ക് ബട്ടറൊന്ന് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ച് മൈദ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് ഒരു സൈഡൊന്ന് കീറി കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ കോയിൻ പൊറോട്ട ചെയ്ത രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ബോളാക്കിയിട്ട് മാറ്റിയെടുക്കുക. ബാക്കി വരുന്ന ഭാഗം അടിയിലേക്കാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ബോൾസും നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ വേറൊരു രീതിയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രീതി ഒരു സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് സൈഡും മടക്കിയിട്ടൊന്ന് റോൾ ചെയ്താലും മതി. അതൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സുഖം അത് അങ്ങനെ ചെയ്യാം. അത് നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ട് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓയിലൊന്ന് പുരട്ടിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ബാക്കി എല്ലാ ബോൾസും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ മുഴുവനും കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് അപ്പം വീഡിയോൻ്റെ ഒരു ലെങ്ത്ത് കൂടുന്നുള്ള പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കുക. ബട്ടർ നന്നായിട്ട് തന്നെ ബട്ടർ തേച്ച് കൊടുക്കുക കേട്ടോ. നല്ല പഫി ആയിട്ട് പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. നമ്മൾ പഫ് ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ അത്രയും നല്ല ഇതിലാണ് നമുക്കിതിൻ്റെ പൊറോട്ട കിട്ടുക. അപ്പോൾ ബട്ടർ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ബട്ടറിന് പകരം നിങ്ങൾ ഡാൽഡ അങ്ങനെയൊന്നും എടുക്കരുത്. ഇത് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോൾ ഒരിക്കലും തുറന്നിടരുത് കേട്ടോ, കവർ ചെയ്തിട്ട് തന്നെ വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓരോ ഇതും എടുത്തിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് തന്നെ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. തവയോ ദോശക്കല്ലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഓയിൽ തേച്ചിട്ട് വേണം നമ്മളിത് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാൻ. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. എങ്കിലേ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ടക്ക്. ഇപ്പോൾ പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ തവയിൽ കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഓരോ പൊറോട്ട നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊറോട്ട നമ്മൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ തിരിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മേൾഭാഗം ആകെ ഉണങ്ങിപ്പോവും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതൊന്ന് ഓയിൽ തേച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ടൈം വെക്കരുത്. അപ്പോൾ പൊറോട്ട നല്ല കട്ടിയായി പോവും. അപ്പോൾ നിങ്ങൾ ചട്ടകം വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. നന്നായിട്ട് ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഓരോ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം. ഈ പൊറോട്ട നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നിങ്ങൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് തിരിച്ചിടുന്ന സമയത്താണെങ്കിലും, ഇല്ലെങ്കിൽ പൊറോട്ട നന്നായിട്ട് ഉണങ്ങിപ്പോവും. നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ കാണിക്കണുള്ളൂ.
അപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുന്നൊക്കെ ഓയിൽ തന്നെയാണ്, അതൊന്നും ബട്ടർ തേക്കുന്നില്ല. ബട്ടർ നമ്മൾ ഉള്ളിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ ആ ചുരുട്ടുന്ന സമയത്ത്. ബാക്കിയൊക്കെ നമ്മൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ബട്ടർ പോലും ആവശ്യം വരുന്നില്ല ഇത്രയും അളവിലേക്ക്. ഒരുപാട് ബട്ടർ വേണമെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. 50 ഗ്രാം എടുത്തിട്ട് അത് ബാക്കിയാണ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം. എല്ലാം ഇതുപോലെ ഞാനൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കുക. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പൊറോട്ട അടിക്കണം കേട്ടോ, എന്നാലേ പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക, അപ്പോഴാണ് ആ ലെയറൊക്കെ വിട്ട് വരുള്ളൂ. നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്ന് ചുട്ടെടുത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചൂട് തന്നെ നമ്മൾ അടിക്കണം കേട്ടോ പൊറോട്ട. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്, നല്ല ലെയറുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വീശിയിട്ടൊന്നുമില്ല, വീശിയൊക്കെ ചെയ്യുന്നേക്കാളും സൂപ്പറായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൊറോട്ട. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പഫ് ഷീറ്റ് പോലെ തന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നൊരു പൊറോട്ടയാണിത്. നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൈഡിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു പൊടികളൊക്കെ ചാടിയിട്ടുണ്ടാവും. അത്രയും സോഫ്റ്റാണ് ഈ പൊറോട്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.